കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിലാണ് നടപടി. എന്നാൽ SFI KSU സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അഖിൽ ഷാ അൻസാർ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഒരു സംഘത്തെ മാത്രം കേസിൽപ്പെടുത്തി എന്നുള്ള പരാതി പോലീസ് കേൾക്കുമോ? പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം കേരള സർവകലാശാല ക്യാമ്പസിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൽ SFI വിജയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സെനറ്റിലേക്കുള്ള വോട്ടെണ്ണൽ ആരംഭിച്ചത്. ഈ വോട്ടെണ്ണലിൽ ആദ്യത്തെ ഈ രണ്ട് സീറ്റ് KSUവിന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബാലറ്റ് പേപ്പർ കാണാനില്ല എന്നുള്ളൊരു പരാതി ഉയരുകയും അതിന് പിന്നാലെ പരസ്പരം ആരോപണം ഉന്നയിക്കുന്ന രീതിയിലേക്ക് KSU പ്രവർത്തകരും SFI പ്രവർത്തകരും കടന്നത്. അത് പിന്നാലെ സംഘർഷത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. അവിടെ ഈ സെനറ്റ് ഹാളിലെ ചില വസ്തുക്കൾ അടക്കം നശിപ്പിക്കുന്ന സീറ്റുകളടക്കം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രവർത്തകർ പോയിരുന്നു. പോലീസുകാർക്ക് ചിലർക്ക് നിസ്സാരമായി പരിക്കുമേറ്റിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പോലീസിന്റെ ഒരു വലിയ ഇടപെടൽ കൊണ്ട് മാത്രം ഈ KSU പ്രവർത്തകരെയും SFI പ്രവർത്തകരെയും ഈ ക്യാമ്പസിൽ നിന്ന് മാറ്റുകയും ഈ സംഘർഷത്തിന് ഒരു അയവ് വരുത്തുകയും ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സർവകലാശാല പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. KSU പ്രവർത്തകർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KSU പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കൽ, അതുപോലെ തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. SFI പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടില്ല. പോലീസിനോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇതുവരെ SFIക്കെതിരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടുത്ത സെനറ്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളടക്കം സർവകലാശാല കൂടുതൽ ചർച്ച ചെയ്യും. ഓക്കെ, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.